ഇന്ന് സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ നേരെ വള്ളിക്കായൽ പോയപ്പോൾ നല്ല അടിപൊളി കപ്പയും നല്ല മീൻ കിട്ടി കേട്ടോ. ഈ മീൻ വെറും 50 രൂപ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പറമ്പിൽ പോയിട്ട് കുറച്ച് കാന്താരി പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാന്താരി പറിക്കാൻ പോയപ്പോഴാണ് നമ്മൾ മഞ്ഞക്കിളിയെ കണ്ടത്. കുറേ നാളായി മഞ്ഞക്കിളിയൊക്കെ കണ്ടിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുക്കിങ്ങിന് കയറി കേട്ടോ. ഞാനും അനിയത്തിയും കൂടെ ചേർന്നിട്ട് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾക്ക് ആ സമയത്ത് എന്തോ ഒരു അർജൻറ്റ് പ്രോഗ്രാം വന്നേ. എനിക്ക് തോന്നുന്നു അർജൻറ്റ് പ്രോഗ്രാം ഒന്നുമല്ല, അവൾ മുങ്ങിയതാണ്. അവസാനം ഇതെല്ലാം എൻ്റെ തലയിലായി. ഇത് കപ്പ നമ്മുടെ നാട്ടിൽ ചീനി എന്നാണ് പറയുന്നത്. ചീനി വേവിക്കണം, പിന്നെ ഈ നന്നായി കറി വെക്കണം, അത് ഫ്രൈ ഉണ്ടാക്കണം. വലിയൊരു ടാസ്ക് ആയിരുന്നു എനിക്ക്. നമുക്കെപ്പോഴും ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റാറില്ല. കാര്യം ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, സമയം കിട്ടാറില്ല. പിന്നെ വല്ലപ്പോഴുമാണ് ഇങ്ങനെ അടുക്കളയിലൊക്കെ കയറുന്നത്. ഒരു കയ്യിൽ ക്യാമറ പിടിക്കണം, ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യണം. ഭയങ്കര ഒരു വലിയ ടാസ്ക് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ചട്ടിച്ചോറൊക്കെ തിന്നതിൻ്റെ ആവശ്യത്തിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചട്ടി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. കറി കാണാൻ നല്ല ലുക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ലുക്ക് മാത്രമല്ലായിരുന്നു, കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബാക്കി കഴിച്ചവർക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മീൻ വറുത്തതും കൂടെ ഒക്കെ ഇട്ടിട്ടേ നമ്മളൊന്ന് കഴിച്ചു നോക്കിയപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങി ചെയ്തിട്ടാണ് കഴിച്ചത്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടറിഞ്ഞൂടെ? കുഴപ്പമൊന്നുമില്ല. എന്തൊരു നല്ല ചിരി. എങ്കിൽ ഞാൻ പോണ്. ബൈ.